പൊന്നാരം വീഡിയോസൻ സാറേ, സാറ് കേൾക്കാൻ വേണ്ടി പറയാം സാറേ. ഇത്രയും വണ്ടിക്കാർ ഇവിടെ ഉണ്ട്, ഇത്രയും ജീവനക്കാരും ഉണ്ട്. ഈ 1200 1300 ശമ്പളം വാങ്ങി പോകണത് ഇപ്പം 500 600 ആൾക്കാരെ വാങ്ങി പോകണത്. രാവിലെയൊക്കെ മുതലാളിമാർക്ക് വല്ല പേപ്പറൊന്നും കൊടുക്കുമ്പോൾ, ബാലൻസ് കൊടുക്കുമ്പോൾ വെറും പേപ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സാറൊന്ന് മനസ്സിലാക്കണം. ഇത്രയും ജീവനക്കാർ വീട്ടിൽ അരി വാങ്ങണ ഈ മുതലും കൊണ്ടാണ്. ഇത് റോട്ടിൽ ഇറങ്ങാൻ തന്നെ 10-65 ലക്ഷം റുപ്യ ആവും. എല്ലാ വണ്ടി ഒരു വണ്ടിക്ക് 65 ലക്ഷം റുപ്യ ആവും. ഇത് ഓടിയിട്ട് വെറും വെള്ള പേപ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മളൊരു 500 വാങ്ങുമ്പോൾ ഒരു 10 രൂപയും കൊടുക്കണം മുതലാളിമാർക്ക്. ഇതിപ്പോൾ ഒന്നും വാങ്ങാൻ കഴിയില്ല. അതേമാതിരി ഇവിടുത്തെ ചായക്കടക്കാരും എല്ലാവരും, ഓട്ടോറിക്ഷക്കാർ എല്ലാവരും ഈ പ്രിയദർശിനി കാരണം ലേഡീസ് ആരും ബസ്സിൽ കയറുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾക്കും കുട്ടികളും കുടുംബമില്ല ആൾക്കാരെന്നെ എല്ലാവരും. ഇതൊക്കെ വീട്ടിൽ അരി വാങ്ങാൻ വരുന്ന ആൾക്കാരെ രാവിലെ ഈ 6:45 7:45 5 ആൾട്ടായ വണ്ടിയാ. ഇപ്പം സമയം നോക്ക്, 11:44. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഉറക്കം വരുന്നില്ല, ആലോചിച്ചിട്ട് ഉറക്കം കിട്ടുന്നില്ല. എന്താ വെച്ചാൽ കളസല്ല, നമുക്ക് വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ. വൈകുന്നേരം രാവിലെ 4 മണി മുതൽ ഈ 8 മണി വരെ വണ്ടി ഓടിയിട്ട് കിട്ടണ ഒന്നും കിട്ടില്ല. ആകെ 10-500 റുപ്യ കിട്ടണത്. ആ 500 കിട്ടണതിന് നമ്മൾ ചിലവും കഴിഞ്ഞാൽ എന്താ കിട്ടുക? അതേമാതിരി ഈ മുതലാളിമാർക്കും വേണ്ടേ. ഈ വണ്ടി റോട്ടിൽ കൂടെ ഇറങ്ങി ഓടുന്ന സാധനങ്ങൾ അല്ലേ, അവർക്കും കിട്ടണ്ടേ. ഒന്ന് ആലോചിച്ച് നോക്കി. ചെയ്തതൊക്കെ നല്ല പരിപാടി തന്നെ, ഈ ഫ്രീ ആയിട്ട് കൊണ്ടുപോയാലൊക്കെ. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നല്ലാതെ ഈ 75 80 1 ലക്ഷം വാങ്ങുന്നവർക്കാണ് സൗജന്യയാത്ര. ഇത് വല്ല ക്യാൻസർ പേഷ്യൻ്റോ അതേമാതിരി വിധവകൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അങ്ങനെ ആർക്കും കൊടുത്ത സങ്കടമല്ലായിരുന്നില്ല. ഇതിപ്പോൾ എല്ലാവർക്കും ഓരോ മാതിരി കൊടുത്തുകൊണ്ടാണ്. വണ്ടി കാണുമ്പോൾ വല്ല പേപ്പട്ടി വരുന്ന മാതിരി ആൾക്കാർ ലേഡീസ് കാണുന്നത് ഒളിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക. എന്തിന്? നമുക്ക് 10 രൂപ കിട്ടണില്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും നടക്കട്ടെ പരിപാടി.